കൊട്ടിയൂര് പോയ ഒരു വീഡിയോ കണ്ടാലോ? ഇതാണ് ഏറ്റുമാനൂരുള്ള മാരിയമ്മൻ കോവിൽ. ഇവിടെ 50 പേരാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഒരു മാസം മുന്നേ പറഞ്ഞു വെച്ചതാണ്. പക്ഷെ ഇപ്പൊ മഴയായിട്ട് ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും യാത്രയൊന്നും കുഴപ്പമില്ലായിരുന്നു. ഈ വണ്ടിക്കാണ് പോകുന്നത് കേട്ടോ. അങ്ങനത്തെ നമ്മളൊരു 4:30 ആയപ്പോൾ കൊട്ടിയൂരെത്തിയേ. കൊട്ടിയൂർ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ വണ്ടി ഇരുന്നുകൊണ്ട് കാണുന്ന കാഴ്ച ഈ ഓടപ്പൂ തൂങ്ങി കിടക്കുന്ന ഓടപ്പൂ എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ ഇത് ഒരു മരത്തേന്ന് പറിച്ച പൂ വിൽക്കുന്നു എന്നൊക്കെയായിരുന്നു കേട്ടോ. പക്ഷെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് ഒത്തിരി പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ രീതിയിലാക്കി എടുക്കുന്നത്. ഞാൻ തൊട്ട് നോക്കിയപ്പം ഇത് കട്ടിയൊന്നും ഇല്ലാതാക്കി എടുക്കാൻ വെള്ളത്തിലൊക്കെ ഇട്ട് ചീക്കി മിനുക്കി വീണ്ടും വെള്ളത്തിലൊക്കെ ഇട്ട് അങ്ങനെ ഉണക്കി പറക്കുകയാണ് ഈ രീതിയിലാക്കി എടുക്കുന്നത്. എന്തായാലും കൊള്ളാം. 100 രൂപ താഴെയുള്ളായിരുന്നു റേറ്റ് ഒക്കെ കേട്ടോ. മഴക്കാലത്ത് കാട്ടിലുണ്ടാകുന്നതാണ് ഈ ഒരു ഓടാപ്പൂ എന്ന് പറയുന്നത് കേട്ടോ. അതെന്തായാലും ഈ രീതിയിലാക്കി എടുത്ത് എന്തായാലും നല്ല ഭംഗിയുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ഒരു റൂമൊക്കെ എടുത്ത് അവിടുന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുകയാണെ. പിന്നെ ഇതേ റോഡൊക്കെ കണ്ട ചെള്ളയായിട്ട് കിടക്കുക, ഭയങ്കര ചെള്ളയാണേ. മഴയൊക്കെ പെയ്ത് തോർന്ന് കിടക്കുന്നതാണ്. അങ്ങനെ ചെരുപ്പൊന്നും ഇടാതാണ് പോകുന്നത്. കൂടെ വന്ന ആൾക്കാരൊന്നും ചെരുപ്പ് എടുത്തില്ല. അതുകൊണ്ട് ഞാൻ അവർ പറയുന്ന കേട്ട് ചെരുപ്പൊന്നും ഇല്ലാതാണ് പോകുന്നത്. ഇനി നമ്മൾ റോഡിൽ നിന്ന് അകത്തോട്ട് കയറുകയാണെ. അകത്തോട്ട് കയറുമ്പം ആ റോഡിലായിരുന്നപ്പം അത്ര വലിയ കുഴപ്പമില്ലായിരുന്നു. എന്നാൽ അകത്തോട്ട് കയറിയപ്പോൾ ഈ കല്ലിൻ്റെ അകത്തോടാണ് നടക്കുന്നത്. ഈ കല്ലിൻ്റെ അകത്തോടെ നടന്ന് കാലിൽ എന്തോ കുത്തി കയറി. പിന്നെ നടക്കുമ്പോൾ എല്ലാം ആ കുത്തി കയറിയാണ് നടക്കുന്നത്. പിന്നെ വലിയൊരു മാവുണ്ട്. ആ മാവേന്ന് മാങ്ങയൊക്കെ വീണ് കിടപ്പുണ്ട്. പിന്നെ കൂടെ വന്ന ആൾക്കാർക്കെല്ലാം ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം തിരക്കിൻ്റെ അകത്ത് പെട്ട് ആരെങ്കിലും ഒക്കെ ഒറ്റപ്പെട്ടു പോകാതൊക്കെ ഇരിക്കാനും ഓരോ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കണം. ആ സമയത്ത് ഞാൻ വീഡിയോ എടുക്കുകയാണെ. പിന്നെ ഇവിടെ എന്ത് കച്ചവടം നടത്തിയാലും അതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ ഈ ഓടപ്പൂ ഉണ്ട് കേട്ടോ. അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അപ്പൊ ഏകദേശമൊക്കെ ക്ലൈമാക്സിലോട്ട് അടുത്ത് കേട്ടോ. എല്ലാവരും നിർദ്ദേശമൊക്കെ കേട്ടതിന് ശേഷം ഇനി മുന്നോട്ട് പോകാനായിട്ട് തുടങ്ങിയപ്പോഴാണ് നമ്മുടെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഇലയിട്ട് മൂടിയിരിക്കുന്നത്. അതിന്റെ അടിയിൽ കരിക്കുണ്ട് കേട്ടോ. കരിക്കുമായിട്ട് സംബന്ധിച്ച് ഇവിടെ ഒരു ആചാരപ്രകാരം എന്തോ സംഭവമൊക്കെ ഉണ്ട്. അങ്ങനെ ഇവിടെ എല്ലാം ഇലകൾ കൂട്ടി വെച്ചേക്കുന്നത്. അതെന്തിനാന്ന് എനിക്കറിയില്ല കേട്ടോ. അറിയാവുന്നൊരു കമന്റ് ചെയ്യുക. നേരെ കാണുന്ന ബാവലിപ്പുഴയാണ്. ഈ ഒരു പുഴ പണ്ടൊക്കെ കെട്ടി നിർത്തിയിട്ടുണ്ട്. പിന്നെ ഒഴുക്കും ഉണ്ട് കേട്ടോ. ഇപ്പൊ കൂടെ വന്ന ആൾക്കാരൊക്കെ കുളിക്കാനായിട്ട് നിൽക്കുകയാണ്. അതായത് ഇവിടെ ആചാരപ്രകാരം അവർ പറയുന്ന കേട്ടതാണ്, ഈ ഒരു വെള്ളത്തിൽ മുങ്ങി ഈറനോടെ വേണം മുന്നോട്ട് പോകാൻ എന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് കൂടെ വന്ന ആൾക്കാരൊക്കെ മുങ്ങി കുളിക്കാനായിട്ട് നിൽക്കുകയാണ്. ഇട്ട ഡ്രസ്സോട് കൂടി തന്നെയാണ് കേട്ടോ ഈ വെള്ളത്തിൽ മുങ്ങുന്നത്. മുങ്ങി ഈറനോടെ എല്ലാവരും കയറി പോകുന്നതൊക്കെയാണ് കാണുന്നത്. പിന്നെ നമ്മളെ തൊട്ടപ്പുറം കാണുന്നത് ഭയങ്കര തിരക്കായിട്ട് കാണുന്നത് അത് അകത്തോട്ട് കയറാനുള്ള തിരക്കാണ്. ഇവിടുന്ന് കുളിച്ചിട്ട് കണ്ട ഈ പാലം വഴി മുകളിലോട്ട് കയറുന്നത്. പാലം വഴിയും അല്ലാതെ ബണ്ട് വഴിയും കയറി പോകുന്നത് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ വേണ്ട വേറൊരു കാര്യം ഞാൻ കണ്ടത്, ഈ പുഴയ്ക്കകത്തുനിന്ന് കല്ലുകൾ എടുത്തത്. ഈ നിൽക്കുന്ന 3 പേരും 3 ടൈപ്പ് കല്ലാണ് എടുത്തത്. എന്നിട്ട് ഉരച്ച് അതൊരു ഭസ്മം തൊടുന്ന പോലെ ദേഹത്ത് തൊടുന്നുണ്ട്. പല വീഡിയോക്കകത്ത് ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിപ്പോ നേരിട്ട് കാണുമ്പോൾ ഒരു കൗതുകത്തിന്റെ പുറത്ത് നിങ്ങളെയും കൂടി കാണിക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ പറയുന്ന കേട്ടു, ഈ കല്ലുകളൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോകുന്നൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ഉരച്ചിട്ട് അതിന്റെ ആ പുഴയ്ക്കകത്ത് തന്നെ ഈ കല്ല് ഇട്ടിട്ടാണ് പോകുന്നതെന്നും അവരൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഉരച്ച് കിട്ടിയതെല്ലാം എല്ലാവരും ദേഹത്തൊക്കെ തൊടുന്നുണ്ട് കേട്ടോ. അപ്പൊ 3 പേര് 3 ടൈപ്പ് കല്ലൊക്കെയാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് 3 സൈസ് കളറൊക്കെയാണ്. അത് ഉണങ്ങി കഴിയുമ്പോൾ തന്നെ എൻ്റെ ഈ ഒരു ടൈപ്പ് കളറൊക്കെയാണ് കിട്ടിയത്. അങ്ങനെ ഒന്നും അറിയത്തില്ലാത്ത കുഞ്ഞു കൊച്ചു വരെ ഈ കല്ല് ഉരയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനറിയത്തില്ല, എന്നാലും വലിയൊരു ചെയ്യുന്ന കണ്ടുകൊണ്ട് അതും ഇരുന്ന് ചെയ്യുകയാണ് കേട്ടോ. ഇരുന്ന് ഉരയ്ക്കുന്നത്. ഇതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഇതിൻ്റെ അടി കമന്റ് ഒക്കെ ചെയ്യണേ. പുഴയിൽ നിന്നെടുത്ത കല്ലുകൾ വീണ്ടും തിരിച്ച് പുഴയിലേക്ക് തന്നെ കൊണ്ടിടാനായിട്ടൊക്കെ തുടങ്ങിയാണ്. അങ്ങനെ എല്ലാവരും കുളി ഒക്കെ കഴിഞ്ഞ് ഇവിടെ ബാത്റൂം സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകാനുണ്ട്. അതിനുവേണ്ടി എല്ലാവരും തയ്യാറെടുക്കുകയാണ്. നമ്മളിപ്പോൾ ആ സ്റ്റെപ്പ് കയറിയല്ല പോകുന്നത്, നമ്മൾ ബണ്ട് കയറിയാണ് പോകുന്നത്. സത്യത്തിൽ ബണ്ട് കയറിയല്ല പോകേണ്ടത്, ഈ സ്റ്റെപ്പ് കയറി തന്നെ പോകണം കേട്ടോ. വരുന്ന ആൾക്കാരൊക്കെ അതൊക്കെ നോക്കുക. ബണ്ട് കുറച്ച് കയറി കഴിഞ്ഞപ്പോൾ തന്നെ പോലീസുകാർ വന്ന് പറഞ്ഞ് ഇതിലെ കയറി പോകാൻ പാടില്ല എന്ന് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വരുന്ന ആൾക്കാരൊക്കെ സ്റ്റെപ്പ് കയറി തന്നെ പോകാൻ നോക്കുക. കാരണം ഇവിടെ ഭയങ്കര തിക്കും തിരക്കുമാണ്. വെള്ളത്തിൽ കാല് തെന്നിയാൽ താഴോട്ടൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. പിന്നെ അതിന്റെ ഇതാണ് ഞാൻ പറഞ്ഞത്, ബണ്ട് കെട്ടിയിട്ടും വെള്ളമൊക്കെ ഒഴുക്കുണ്ട്. ഈ വെള്ളം ഒഴുകുന്നതിന്റെ അകത്ത് തന്നെ കണ്ടോ ഒരു കിണർ. ആ കിണറിന്റെ തൊട്ട് മുകളിലായിട്ട് കുറെ കല്ലുകൾ പറക്കി വെച്ചേക്കുന്നത് കണ്ടോ. അത് കുറച്ചുകൂടെ മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞു തരാം കേട്ടോ. ശ്രദ്ധിച്ചു നിന്നില്ലെങ്കിൽ കല്ലേന്ന് തെന്നി നമ്മൾ വെള്ളത്തിന്റെ അകത്തോട്ട് വീഴുവേ. തൊട്ടടുത്തൂടെ പോയ ഒരു ഇച്ചിരി പ്രായമായുള്ള ഒരു അമ്മയായിരുന്നു. ആ അമ്മ വെള്ളത്തിന്റെ അകത്തോട്ട് വീണ് കേട്ടോ. കാല് തെന്നിപ്പോയതാണ്. പിന്നെ പെട്ടെന്ന് ഒരാൾ ഇറങ്ങി, നമ്മുടെ കൂടെയുള്ള ആൾക്കാരും ഒക്കെ ഇറങ്ങി ആ അമ്മയെ പെട്ടെന്ന് പൊക്കിയെടുക്കുകയാണ് ചെയ്തത്. ഇതാണ് ഇവിടുത്തെ തിരക്ക്. കാല് കുത്താൻ ഇടയില്ലാതെ നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അകത്തോട്ട് കയറാനായിട്ടുള്ള തിരക്കാണ് ഈ കാണുന്നത്.
അപ്പോൾ ഇതിന്റെ അകത്തോട്ടാണ് കാണാനായിട്ട് നല്ല ഭംഗിയും കൂടുതലും മരങ്ങളും, അതായത് കാടിന്റെ അകത്ത് ആണ് ഈ ഒരു സംഭവമൊക്കെ. നല്ല ഭംഗിയാണ് കേട്ടോ, പ്രകൃതിയായിട്ട് ഇണങ്ങി നിൽക്കുന്ന ഒരു സ്ഥലം. അപ്പൊ വീഡിയോ ഇവിടെ കൊണ്ട് തീരുവല്ല കേട്ടോ, ഇനി ഇതിന്റെ ബാക്കിയുണ്ട്. ആ ബാക്കി ഭാഗം ഞാൻ അടുത്ത പാർട്ടായിട്ട് ഇടാം കേട്ടോ, കാരണം എല്ലാം കൂടി ഒരു വീഡിയോയ്ക്കകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ നിങ്ങൾ കാണണം ഇതിന്റെ ബാക്കിയായിട്ട്.